ായിട്ട് നമുക്ക് കിട്ടുന്നത് റഫറൽ ബോണസാണ്. ഒന്നാമത്തെ ഇൻകം കിട്ടുന്നത് റഫറൽ ബോണസാണ്. ആ റഫറൽ ബോണസ് ഓരോ വ്യക്തിയിൽ നിന്ന് നമുക്ക് റഫറൽ ബോണസ് കിട്ടുന്നുണ്ടാവും. 2 പേരെ ഇതിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ ഈ ബിസിനസ് വളരെ മനോഹരമായിട്ട് രീതിയിൽ നമുക്ക് കൊണ്ടുപോകാം എന്നുള്ളതും മാത്രമല്ല, എത്ര പേരെ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് സ്പോൺസർ ചെയ്യാം, കൊണ്ടുവരാം എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ അടുത്തതായിട്ട് നമുക്ക് കിട്ടുന്നത് റാങ്ക് അപ്ഗ്രേഡ് ബോണസാണ്. ഈ റാങ്ക് അപ്ഗ്രേഡ് ബോണസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധാരണക്കാരായ വ്യക്തിനെ അസാധാരണക്കാരനായ രീതിയിലേക്ക് മാറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഇൻകമാണ് ഈ ഒരു റാങ്ക് അപ്ഗ്രേഡിംഗ് ബോണസ് ഇൻകം. അതായത് ഒരു വ്യക്തി ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 0.044 BNB സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം എത്തുന്നത് ബിഗിനർ റാങ്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടാണ്, അച്ചീവ് ചെയ്തിട്ടാണ്. അങ്ങനെ വരുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കിട്ടിയ അദ്ദേഹം 2 പേരെ ഇതിലേക്ക് സ്പോൺസർ ചെയ്താൽ അദ്ദേഹത്തിന് കിട്ടിയ വരുമാനവും അതോടൊപ്പം തന്നെ 10% അദ്ദേഹത്തിന് കിട്ടിയ 62% അപ്ഗ്രേഡിംഗ് ഇൻകവും 10% അദ്ദേഹത്തിന് റഫറൽ ബോണസ് ഉപയോഗിച്ച്, അതായത് 0.0066 BNB ഉപയോഗിച്ച് അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസർ റാങ്ക് അഥവാ 2ാമത്തെ റാങ്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് ഇൻഫ്ലുവൻസർ റാങ്ക് അപ്ഗ്രേഡ് ചെയ്ത വ്യക്തി ഇവിടെ അദ്ദേഹത്തിൻ്റെ എല്ലാ ക്രൈറ്റീരിയയും അദ്ദേഹം ഇവിടെ നിർവഹിച്ചു എന്നുള്ളതാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ ലെവലിംഗും എല്ലാ വരുമാനവും കിട്ടുന്നുണ്ടാവും. മാത്രമല്ല ഓട്ടോ ഫില്ലിംഗ് വരുമാനവും ഇദ്ദേഹത്തിന് കിട്ടുന്നുണ്ടാവും എന്നുള്ളതാണ്. മാത്രമല്ല ഇദ്ദേഹത്തിന് അടുത്തതായിട്ട് കിട്ടുന്നത് 4 പേരുടെ അദ്ദേഹത്തിൻ്റെ 1ാമത്തെ ലെവലിൽ 2 പേര് അദ്ദേഹം കൊണ്ടുവന്നു. അതേ പ്രകാരം ഈ 2 പേര് കൊണ്ടുവരുന്ന 2 പേര് 4 പേര് ഇത് ഒരു ബൈനറി പ്ലാനിലൂടെ അഥവാ 2 മാട്രിക്സ് പ്ലാനിലൂടെയാണ് ഈ ഒരു ബിസിനസ് കടന്നു പോകുന്നത്. അങ്ങനെ 2ാമത്തെ ലെവലിൽ അദ്ദേഹത്തിന് 4 പേരിൽ നിന്ന് അദ്ദേഹത്തിന് വരുമാനം കിട്ടുന്നുണ്ട്. ഓരോ വ്യക്തിയിൽ നിന്നും 0.0414 BNB കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടലായിട്ട് അദ്ദേഹത്തിന് 0.01656 BNB കിട്ടുന്നുണ്ട് ടോട്ടലായിട്ട്. അതിൽ നിന്ന് അദ്ദേഹം അടുത്ത അച്ചീവർ റാങ്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്താലും അഥവാ 0.0132 അപ്ഗ്രേഡ് ചെയ്താലും അദ്ദേഹത്തിൻ്റെ വാലറ്റിൽ 223 രൂപ 44 പൈസ അദ്ദേഹത്തിൻ്റെ വാലറ്റിൽ എന്തായി ബാലൻസ് ഉണ്ട്. ഇങ്ങനെ അദ്ദേഹം അച്ചീവർ റാങ്ക് അപ്ഗ്രേഡ് ചെയ്ത് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് 8 പേരിൽ നിന്നുള്ള വരുമാനമാണ്. ഈ 8 പേരിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്നത് 0.06624 BNB ആണ്. ഇതിൽ നിന്ന് അദ്ദേഹം അടുത്ത അംബാസഡർ റാങ്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്താലും 0.0264 അപ്ഗ്രേഡ് ചെയ്താലും അദ്ദേഹത്തിൻ്റെ വാലറ്റിൽ 2649 രൂപ 36 പൈസ അദ്ദേഹത്തിൻ്റെ വാലറ്റിൽ ബാലൻസ് ആയി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇനി പറയാനുള്ളത് 4ാമത്തെ ലെവലിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. അംബാസഡർ റാങ്കിലാണ് അദ്ദേഹം ഉള്ളത്. ഈ അംബാസഡർ റാങ്കിൽ അദ്ദേഹത്തിന് കാത്തിരിക്കുന്നത് 16 പേരിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്. ടോട്ടലായിട്ട് 16 പേരിൽ നിന്ന് 0.26496 BNB അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. ഇതിൽ നിന്ന് അദ്ദേഹം 0.0528 അപ്ഗ്രേഡ് ചെയ്ത് 5ാമത്തെ റാങ്കിലേക്ക് പോയി കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ബാലൻസ് ആയിട്ട് വാലറ്റിലുള്ളത് 14,108 രൂപയാണ് സുഹൃത്തുക്കളെ. വളരെ സിമ്പിളായിട്ട് വളരെ മനോഹരമായിട്ട് നമ്മുടെ ഇൻകം ഇവിടെ കൂടുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഇദ്ദേഹം ഇപ്പോൾ ഉള്ളത് 5ാമത്തെ റാങ്കിലാണ്. 5ാമത്തെ റാങ്കിലെത്തിയ ഇദ്ദേഹത്തെ കാത്തിരിക്കുന്നത് 32 പേരിൽ നിന്നാണ് വരുമാനം കാത്തിരിക്കുന്നത്. ടോട്ടലായിട്ട് അദ്ദേഹത്തിന് ആ ഒരു ലെവലിൽ നിന്ന് കിട്ടുന്നത് 1.05984 BNB ആണ്. അദ്ദേഹം ആ വരുമാനത്തിൽ നിന്ന് മെൻഡർ റാങ്ക് അഥവാ 6ാമത്തെ റാങ്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട തുക 0.1056 ആണ്. ഇത് അവിടെ അദ്ദേഹം അപ്ഗ്രേഡ് ചെയ്താലും അദ്ദേഹത്തിൻ്റെ വാലറ്റിൽ 63,456 രൂപ 96 പൈസ അദ്ദേഹത്തിൻ്റെ വാലറ്റിൽ അദ്ദേഹത്തിന് ബാലൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇങ്ങനെ അദ്ദേഹം എത്തുന്നത് ഇപ്പോൾ ഏത് റാങ്കിലാണ്? മെൻഡർ റാങ്കിലാണ്. മെൻഡർ റാങ്കിൽ അദ്ദേഹത്തിനെ കാത്തിരിക്കുന്നത് 64 ആളുകളുടെ അപ്ഗ്രേഡിംഗ് ഇൻകമാണ്. ഈ 64 ആളിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്നത് 4.23936 BNB ആണ്. അതിൽ നിന്ന് അദ്ദേഹം അടുത്ത ചാമ്പ്യനിലേക്ക് അദ്ദേഹം അപ്ഗ്രേഡ് ചെയ്യേണ്ടത് 0.2112 BNB ആണ്. അദ്ദേഹം അത് അപ്ഗ്രേഡ് ചെയ്താലും അദ്ദേഹത്തിൻ്റെ വാലറ്റിൽ 2,65,872 രൂപ ബാലൻസായി. ഇങ്ങനെ ഓരോ റാങ്കിലും ഡയറക്ടറും ടൈറ്റാനും ഐക്കണും ലെജൻഡും ഓരോ റാങ്കിലും അദ്ദേഹത്തിന് പല ലക്ഷങ്ങളും പല രീതിയിലുള്ള വരുമാനങ്ങളാണ് കാത്തിരിക്കുന്നത്. ഇങ്ങനെ 15ാമത്തെ റാങ്കിൽ അദ്ദേഹം എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്നത് 77,391 1,80,80,000
9,465 രൂപ അദ്ദേഹത്തിന് 15ാമത്തെ ലെവലിൽ നിന്നും കിട്ടുന്നുണ്ട്. ടോട്ടലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മൊത്തത്തിൽ ടോട്ടലായിട്ട് അദ്ദേഹത്തിന് 9,853 കോടി രൂപയുടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന അപ്ഗ്രേഡ് ബോണസ് ആണ് സുഹൃത്തുക്കളെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ റൈൻ BNPയിലൂടെ നമ്മളെ കാത്തിരിക്കുന്നത്. ഇതിൻ്റെ 100% വേണ്ട, ഇതിൻ്റെ 1% നിങ്ങൾ വർക്കൗട്ട് ചെയ്താലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്ര രൂപ നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയും എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇതാണ് അപ്ഗ്രേഡിംഗ് ബോണസ്. അടുത്തതായിട്ട് നമുക്ക് കിട്ടുന്നത് 1.5% 15 ലെവലിൽ നിന്നുള്ള 1.5% നമുക്ക് കിട്ടുന്ന റെക്കറിംഗ് ലെവൽ ബോണസാണ്. 15 ലെവലിൽ നിന്ന് 1.5% കിട്ടുന്നുണ്ട്. മാത്രമല്ല നമുക്ക് റോയൽറ്റി ഇവിടെ കിട്ടുന്നുണ്ട്, റോയൽറ്റി ബോണസ് കിട്ടുന്നുണ്ട്. ഇവിടെ കിട്ടുന്നത് 10ാമത്തെ ഐക്കൺ മുതലുള്ള എല്ലാ റാങ്കിൽ നിന്നും 15ാമത്തെ റാങ്ക് വരെയുള്ള ക്രിയേറ്റർ വരെയുള്ള എല്ലാ റാങ്കിൽ നിന്നും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, നമുക്ക് റോയൽറ്റി കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ലൈഫ് സ്റ്റൈൽ റിവാർഡ് ഇവിടെ കിട്ടുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ റിവാർഡ് പ്രീമിയം ക്ലബിൽ നമുക്ക് വന്ന് കിട്ടുന്നത് ട്രാവൽ ഫണ്ടാണ് $3000. എലൈറ്റ് ക്ലബിൽ നമുക്ക് കിട്ടുന്നത് $25,000 നമുക്ക് കിട്ടുന്നത് ലക്സറി ഫണ്ടായിട്ട്. റോയൽ ക്ലബിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കാർ ഫണ്ടാണ് $50,000. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഓക്കെ, ക്രൗൺ ക്ലബിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഹൗസ് ഫണ്ടാണ് $1,00,000. സുപ്രീം ക്ലബിൽ നമുക്ക് കാത്തിരിക്കുന്നത് $5,00,000 വില്ല ഫണ്ടായിട്ട് കിട്ടുന്നത്. എത്ര മനോഹരമായിട്ടുള്ള പ്ലാറ്റ്ഫോം. ഇതിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ പറയാം. ഇതിനൊരു ഓണർഷിപ്പ് ഇല്ല, ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമാണ്, ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്, ട്രസ്റ്റബിൾ 100% നമുക്ക് വിശ്വസിക്കാനും നമുക്ക് സുതാര്യയും നമുക്ക് ഇവിടെ ഉറപ്പുവരുത്താൻ കഴിയും. മാത്രമല്ല അൺചേഞ്ചബിൾ സിസ്റ്റമാണ്, മാത്രമല്ല ഇൻസ്റ്റൻറ്റ് പേ ഔട്ടാണ്, മാത്രമല്ല റിസ്ക് ആൻഡ് ലയബിലിറ്റി ഇവിടെ ഉണ്ടാവുന്നില്ല. ഒരു വ്യക്തിയുടെ കാശും മൂന്നാമതൊരു പാർട്ടിൻ്റെ കയ്യിൽ കിട്ടുന്നില്ല. ഇവിടെ വളരെ മനോഹരമായിട്ട് ഇതെല്ലാം ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളിലേക്ക് തന്നെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം മൂടിക്കെട്ടാനോ പൂട്ടിപ്പോവാനോ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ്. കൂടുതൽ ഡീറ്റെയിൽസിനായി ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. 99 463 95 113. ഓക്കെ.